ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൽ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടിലായിട്ടാണ് കേട്ടോ, സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രിൻസസ് കട്ടായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത്. പക്ഷേ പ്രിൻസസ് കട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, കട്ട് ചെയ്യാതെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് അല്ലാതെ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസായിട്ട് നമ്മൾ ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നതായിരിക്കില്ല മറ്റുള്ളവർ ചെയ്യുന്നത്, അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ട് ചെയ്യുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഫ്ലോറൽ ഓർഗൻസയാണ് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ മുൻപ് ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം മെറ്റീരിയൽ വെച്ചിട്ട്. അത് വലിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, ഒരു 14-15 വയസ്സൊക്കെയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനാണെങ്കിൽ പഫ് സ്ലീവൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പിക്കാണ് നമ്മൾ തംബ്നെയിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ സ്ലീവ്ലെസ് ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണതൊന്നല്ല കേട്ടോ, കാരണം ഇതൊരു റെക്കമെൻഡഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. നമുക്ക് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു കുട്ടി നമ്മുടെ അടുത്ത് ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ പ്രിൻസസ് കട്ടായിട്ടുള്ള ക്രോപ്പ് ടോപ്പ് ചെയ്യണത് വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. കട്ട് ചെയ്ത് കിട്ടിയാൽ മതി, സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടാവില്ല, കട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിനെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ 4ആക്കി മടക്കിയിട്ടതിന് ശേഷം ഞാൻ ഷോൾഡർ ആ ഒരു സെൻറ്റർ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്കാണല്ലോ വരിക, ആ ഭാഗത്ത് നിന്ന് ഞാനൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5.5 ഇഞ്ച് അതുപോലെ തന്നെ താഴോട്ടും ഹോളായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് അളവ് ഞാനിപ്പോൾ ഒരു 6 കേട്ടോ എടുക്കുന്നത്. 4 മടക്കിയിട്ടിട്ട് 4 ചെസ്റ്റ് അളവ് മൊത്തത്തിൽ എനിക്ക് വേണ്ടത് ഒരു 23 ഒക്കെ മതിയാവും. പക്ഷേ ഞാനൊരു 6 എടുക്കുന്നുണ്ട്. അതിന് ശേഷം 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6 എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4 ഭാഗമാണ് കേട്ടോ നമ്മൾ 24 എടുത്തിട്ടുണ്ടായിരുന്നത്. 23 ആണ് എനിക്ക് ആവശ്യമുള്ളൂ, പക്ഷേ 24 എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 4 കൊണ്ട് നമ്മൾ ആ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 6 കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 14 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനൊരു 16 എടുക്കുന്നുണ്ട്. നമുക്ക് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് പോകാനും അതുപോലെ തന്നെ താഴെ കുറച്ച് വീതിക്ക് നമുക്ക് മടക്കി ക്രോപ്പ് ടോപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ച് വീതിക്കൊക്കെ മടക്കി നമ്മൾ ബ്ലൗസൊക്കെ തുന്നിയെടുക്കുന്നത് പോലെ തന്നെ തുന്നിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് വീതിക്ക് തന്നെയാണ് കേട്ടോ താഴെ ഇട്ട് കൊടുക്കാറുള്ളത്. അതാണ് ഭംഗി ഉണ്ടാവുക കേട്ടോ ക്രോപ്പ് ടോപ്പൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 16 ഇഞ്ചാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു 11.5 ഇഞ്ചൊക്കെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ 12-ലായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ 11.5 ഇഞ്ചൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വേസ്റ്റിൻ്റെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അവിടെ നമുക്ക് ഒരു ആദ്യം മുകളിൽ ഒരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ചെരിവ് വരും, ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെരിവ് പോലെ വരും കേട്ടോ. നമുക്കത് മാർക്ക് ചെയ്ത് ആ ഒരു 11.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് താഴോട്ടേക്ക് അതേ അളവിൽ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഞാനൊരു 2.5 ആണ് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമലായിട്ടുള്ള നെക്കാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2.5 മാർക്ക് ചെയ്താൽ മതിയാവും. പക്ഷേ നമ്മളിതൊരു ബോട്ട് നെക്ക് പോലെ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴോട്ടേക്കും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ബോട്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ എൻ്റെ ഈ ഒരു തുണി ഇങ്ങനെ തെന്നി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുന്ന ടൈമിൽ നമ്മളെപ്പോഴും അതൊന്ന് പിന്നൊക്കെ കുത്തിയിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ബോട്ട് നെക്കിൻ്റെ. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഫുള്ളായിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പ്രിൻസസ് കട്ടാന്ന് പറഞ്ഞിട്ട് നമുക്കത് റേറ്റൊക്കെ കൂടുതലുണ്ടാവും. നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും ഈ ഒരു ഇതിന് പ്രിൻസസ് കട്ടിൻ്റെ ക്രോപ്പ് ടോപ്പൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മളത് നമ്മളായിട്ട് സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത് വെച്ചതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നാല് പീസാണ് കിടക്കുന്നത്. അതിന് ഒരു ബാക്ക് പീസ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് 1 മീറ്റർ പോലും തയ്ച്ചില്ല കേട്ടോ. അര മീറ്ററിനൊക്കെ താഴെ, അര മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ, 1 മീറ്ററിന് താഴെയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ ഈ ഒരു മെറ്റീരിയൽ. അത്രയായാലും നമുക്ക് ഈ ഒരു 10 വയസ്സിൻ്റെ ഒക്കെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ലെങ്ത് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താ അവിടെ ഇങ്ങനെ ഇതിൻ്റെ അളവൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് ആ ഒരു അളവ് ചുറ്റും ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു 9:30 10ൻ്റെ അടുത്താണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാനത് അങ്ങനെ മാർക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു സെൻറ്റർ അതിൻ്റെ പകുതി കാണുക. അപ്പോൾ ഒരു 5 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് നോക്കിയിട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സെൻറ്ററിലുള്ള ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടിയായതുകൊണ്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വലിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4-4.5 ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമില്ല. അത്ര തന്നെ വേണം, 4-4.5 ഒക്കെ വേണം. 4 ഇഞ്ച് എന്തായാലും വേണം വലിയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇത് കുട്ടിയായതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബ്രസ്റ്റ് പോയിൻറ്റ് നമ്മൾ നോക്കില്ലേ, അങ്ങനെ ബ്രസ്റ്റ് പോയിൻറ്റ് എത്രയാണെന്നുള്ളതൊന്ന് അളവെടുക്കുക. അളവെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടിയായതുകൊണ്ടാണ് കേട്ടോ 8 ഇഞ്ച്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 9-9.5 10 ഇഞ്ചോളമൊക്കെ നമുക്ക് എങ്ങനെയായാലും വേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ അളവെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു ഹോൾഡർ ഭാഗത്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിങ്ങും അതുപോലെ തന്നെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ആ ഒരു മാർക്കിങ്ങും തമ്മിലൊന്ന് ഒരു കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ തന്നെ ചെയ്യണം, ഒരു കർവ് പോലെ വരച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കത് ആ ഒരു ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടേക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടില്ലേ, ഇതിങ്ങനെ തെന്നി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാനപ്പോൾ അതൊന്നും തപ്പാൻ നിന്നില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാത്രി ലൈറ്റായിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വെച്ചിട്ട് പിന്നൊന്നും തപ്പാൻ നിന്നില്ല. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടല്ല കേട്ടോ, ബാക്കിലാണ് ഓപ്പൺ കൊടുത്ത് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ 2 സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡിലും ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളത് സാരി ബ്ലൗസായിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ഒരു 1.5 ഇഞ്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കില്ലേ, സാരി ബ്ലൗസിൻ്റെ ടക്ക് ഇട്ട് കൊടുക്കില്ലേ താഴ്ഭാഗത്ത്, അതുപോലെ തന്നെ 1.5 ഇഞ്ചൊക്കെ 1.5 ഇഞ്ചൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് നമുക്ക് അങ്ങനെ വീതിക്ക് ടക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ടക്ക് ഇടുന്നത് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്നായിരിക്കും നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്യുന്നതായിട്ടുള്ളത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ആ ഒരു ഷേപ്പ് കറക്റ്റാക്കിയിട്ട് കിട്ടുന്ന വിധത്തിൽ നമ്മൾ ചെയ്തെടുക്കണം എന്ന് മാത്രം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. വേറെ ഒന്നും ഇതിൽ ശ്രദ്ധിക്കാനും ഇതൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് അഴിച്ചാലും നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. അത് അഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമൽ ടോപ്പായിട്ടായാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്, ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് ഞാൻ വേറെ ഒന്നല്ല ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നത്. നമുക്കിത് കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുക. നമ്മളത് ആദ്യം ഒരു ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്കത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണമല്ലോ, അതിൻ്റെ തയ്യൽ തുമ്പൊന്നും ഇല്ലാതെ വരാനായിട്ട് സാധ്യതയുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതെപ്പോഴും മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത് വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ എന്താ ഇത് നല്ല ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ടിട്ടുള്ളത്. ഇതും അതെ, അധികം 1 മീറ്ററൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ഒരു ക്ലോത്ത് 1 മീറ്ററിനൊക്കെ താഴെ ഈ ഒരു ക്ലോത്തും വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മുൻപ് ചെയ്തതിൻ്റെ ഒരു കട്ട് പീസ് ഇവിടെ ഇരുന്നിരുന്നതാണ് കേട്ടോ. ചെറിയൊരു പീസ് കിട്ടിയതായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ആ ഒരു കഴിഞ്ഞ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അന്നെടുത്തതിൽ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന ക്ലോത്താണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നല്ല ക്ലോത്തായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിൽ ഓപ്പൺ കൊടുക്കുന്നത്. പിന്നെ ഞാനിതിൽ നല്ല ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ്, സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് സ്ലീവ്ലെസ് ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അതിൽ സ്ലീവ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇതൊരു എന്താ പറയുക, കുറച്ച് ഹാർഡായിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ അല്ലാത്തതുകൊണ്ട് നമുക്കതിങ്ങനെ ചെറിയൊരു കുത്തുന്നത് പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോൾക്കാണെങ്കിൽ അത് തീരെ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യണത്. ഇനി നമുക്കിതിൽ കുറച്ച് ക്രോസ് പീസുകളും കൂടിയായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ. അത് നെക്കിലേക്കൊന്നും ആവശ്യമില്ല, സ്ലീവിൻ്റെ ആ ഒരു ഹോളൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. Bye.